രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന അപ്പോൾ മുതലാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. കാരണം വിപണിയിൽ വില പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടേറിയ കാലങ്ങളായിരുന്നു പിന്നീട് വന്നത്. ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞു, രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് വന്നു. തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ ഇത് ആവർത്തിച്ചില്ലെങ്കിൽ പോലും ഒരേ ഗവൺമെന്റിന്റെ തനിയാവർത്തനമാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ജനം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും. സപ്ലൈകോ പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളോളമായി. ഒരുപക്ഷെ LDF ഗവൺമെന്റ് മഹാവാഗ്ദാനങ്ങളൊക്കെ എന്തായിരുന്നു? ഈ മഹാവാഗ്ദാനങ്ങൾ എന്ന് ചോദിച്ചാൽ 13 അത്യാവശ്യ സാധനങ്ങൾ വില ഒരിക്കലും വർദ്ധിപ്പിക്കാതെ ഭരണകാലത്ത് നൽകും എന്നതായിരുന്നു ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ്. അതായത് അവര് ജനങ്ങളുടെ മുൻപിൽ വെച്ച പ്രകടന പത്രികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു 13 അവശ്യ സാധനങ്ങൾ വില വർദ്ധിപ്പിക്കാതെ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞു, രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് വന്നു. തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ ഇത് ആവർത്തിച്ചില്ലെങ്കിൽ പോലും ഒരേ ഗവൺമെന്റിന്റെ തനിയാവർത്തനമാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ജനം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും. അത് മാത്രവുമല്ല, ആ പ്രോമിസ് അങ്ങനെ തുടരുകയും ചെയ്യണം. അതാണ് ഡെമോക്രസിയുടെ മര്യാദ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തില് രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന അപ്പോൾ മുതലാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. കാരണം വിപണിയിൽ വില പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടേറിയ കാലങ്ങളായിരുന്നു പിന്നീട് വന്നത്. നമുക്കറിയാം, കോവിഡിന് ശേഷം, അതായത് കോവിഡിനോടുകൂടി ലോകത്താകമാനം ഭക്ഷ്യ സാധനങ്ങളുടെ ദൗർലഭ്യം, ഉൽപാദന ദൗർലഭ്യം ഒരു വശത്ത്, മറുവശത്ത് യുക്രൈൻ യുദ്ധം വരുത്തിവെച്ച, അതായത് ആഗോള തലത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റിറക്കുമതി അല്ലെങ്കിൽ അവയുടെ ട്രാൻസ്പോർട്ടേഷൻ നിരോധിച്ചുകൊണ്ടുള്ള വലിയ തീരുമാനങ്ങൾ. അങ്ങനെ യുക്രൈൻ യുദ്ധത്തിന്റെ കാലഘട്ടത്തോടുകൂടി ഉപരോധം ഏർപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്തു. ഇന്ധനവില കുതിച്ചുയർന്നു എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയെ സ്വാധീനിക്കുന്ന, ഉൽപാദനക്ഷമതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ. അപ്പോൾ രാസവളങ്ങളുടെ ഉൽപാദനം റഷ്യയിൽ, അതുപോലെ തന്നെ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവളങ്ങളുടെ വ്യാപനം, ആഗോളതലത്തിലുള്ള വ്യാപനം, ഇതിനെയൊക്കെ തടസ്സപ്പെട്ടു. അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യധാന്യ ഉൽപാദനം ഒരുപാട് കുറഞ്ഞുപോയി. അങ്ങനെ തന്നെ വിലകൾ കയറാൻ തുടങ്ങി. അപ്പൊ ഈ ഇന്ത്യയെ സഹായിച്ചു നിർത്തിയത് ആ സാഹചര്യത്തില് ഭക്ഷ്യസുരക്ഷാ നിയമം 2013 ആ നിയമപ്രകാരം ഇന്ത്യയില് 68% ജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് ഒരു വിലയും ഈടാക്കാതെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും ഉൽപ്പന്നങ്ങൾ കൊടുക്കണമെന്നാണ് 68% ജനങ്ങൾക്ക്. അങ്ങനെയാണ് 80 കോടി ജനങ്ങൾക്ക്, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്ന മരണശതമാനം കോവിഡ് കാലത്ത് നമുക്കറിയാം, ഒരുപാട് പേരുടെ ജീവൻ എടുത്തു. വടക്കേ ഇന്ത്യൻ നദികളിലൊക്കെ, പുഴകളിൽ പോലും ഡെഡ് ബോഡീസ് ഒഴുകി നടന്ന കഥ നമുക്കറിയാം. അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ പേരുടെ ജീവൻ എടുത്തേനെ ആ സമയത്ത് ഈ ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ പ്രതിഫലനമായിട്ട് ഈ 68% ജനങ്ങളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയായിട്ട് താങ്ങി നിർത്തി എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയ ധാന്യം കൊണ്ടാണ് കേരളം സത്യം പറഞ്ഞാൽ രണ്ടാം വട്ട വിജയത്തിലേക്ക് കുതിച്ചത് എന്നും നമ്മൾ ഓർക്കണം. കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ആരും വിസ്മരിക്കരുത്. അത് കേന്ദ്രത്തിൽ നിന്ന് UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ മറവിൽ, ആക്ടിന്റെ ബലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ ആയി കിട്ടിയ ഭക്ഷ്യധാന്യങ്ങളും ഒക്കെയാണ് ഫ്രീ കിറ്റായിട്ടും കമ്മ്യൂണിറ്റി കിച്ചണായിട്ടും ഒക്കെ ഇവിടെ നന്നായി, അതാണ് സത്യം പറഞ്ഞാൽ അതൊരു പ്രചരണ ആയുധമായാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ഈ പ്രതിസന്ധി നിലവിലുണ്ടായിരുന്നു. അതായത് ഭക്ഷ്യ പ്രതിസന്ധിയില്ല, കാരണം കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ ലഭിച്ചു കൊണ്ടിരുന്നത് കൊണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ത്യക്കകത്ത് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യവിലകൾ ഉയർന്നു നിന്നു, ഇന്ത്യക്കകത്തും ഭക്ഷ്യവിലകൾ ഉയർന്നു നിന്നു.
അങ്ങനെ ഉയർന്നു നിന്ന സമയത്ത് 2020 തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ചേർന്ന് ഒരു തീരുമാനമെടുത്തു. അതായത് ഭക്ഷ്യവിലകൾ 4%-നും 6%-നും മുകളിലേക്ക് പോകാൻ, 4-നും 6-നും ഒരു ബാൻഡ് പോലെ 4% മുതൽ 6% വരെയുള്ള ആ വിടവിൽ ആയിരിക്കണം ഭക്ഷ്യവിലകൾ. അതിന് മുകളിലേക്ക് പോകരുത്. അതിന് മുകളിലേക്ക് പോയാൽ ഭക്ഷ്യപ്രതിസന്ധി ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടാകും എന്ന തീരുമാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ പിടിച്ചു നിർത്തിയിരുന്ന വിലകൾ, അതായത് ഏകദേശം 2023 അവസാനം വരെയും റേറ്റ് ഓഫ് ഇപ്പോഴാണ് റേറ്റ് ഓഫ് 2022 അവസാനം 23 ആരംഭത്തിലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ചെറിയ തോതിൽ വായ്പാ നികുതികൾ വായ്പാ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി എന്ത് സംഭവിച്ചു? അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ഭക്ഷ്യവിലകൾ പതുക്കെ ഉയരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യോൽപാദനത്തിന്റെ കയറ്റുമതി നിരോധിക്കുകയും ചെയ്തു. കാരണം ഗാസ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, യുക്രൈൻ യുദ്ധം തീർന്നിട്ടില്ല, ആഗോളതലത്തിലെ ഭക്ഷ്യ പ്രതിസന്ധി ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഉരുണ്ടുകൂടാം എന്ന വസ്തുത അറിയാവുന്നത് കൊണ്ടാണ് വിലകൾ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു. പക്ഷെ ഇപ്പോ 5.69% വിലകൾ ഉയർന്നിരുന്നു. അതായത് ഉപഭോക്തൃ വിലകൾ 5.69, അതായത് മോണിറ്ററി പോളിസി തീരുമാനിച്ച 4 മുതൽ 6% വരെ എന്നുള്ളതിന്റെ ഏറ്റവും മുകളിലറ്റത്തെ ഏറ്റവും തൊട്ടു എന്ന മട്ടിൽ വന്നിരുന്നു. അപ്പൊ വീണ്ടും ശക്തമായ നടപടികളോടുകൂടി ഗവൺമെന്റ് വരുന്നു. ഗവൺമെന്റ് അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ഫലമായിട്ട് 5.1% ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അത് കെട്ടിയിട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും ഇനിയും കൂടാം. അപ്പോഴാണ് കേരളത്തിലെ ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഏത് പ്രതിസന്ധി? ഇവിടെ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായിട്ടില്ല. അതായത് ഇവിടെ ധനപ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് രൂക്ഷമായത്. ഈ ധനപ്രതിസന്ധി രൂക്ഷമായപ്പോൾ നാം എന്താണ് കേൾക്കുന്നത്? സപ്ലൈകോയ്ക്ക് 1525 കോടി കടം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. അതെങ്ങനെയാ സംസ്ഥാന ഗവൺമെന്റ് സപ്ലൈകോയ്ക്ക് കടം ആയി വരുന്നത്? അതായത് സപ്ലൈകോ സ്വന്തം ആസ്തി പോലും പണയം വെച്ച് പണം എടുത്താണ് കരാറുകാർക്ക്, അതായത് ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, അരിയും മറ്റു സാധനങ്ങളും, ഈ 13 അവശ്യ സാധനങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലെ കരാറുകാർക്ക് സപ്ലൈകോയുടെ സ്വന്തം ആസ്തി പണയപ്പെടുത്തി വായ്പ എടുത്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ കടവും ഇപ്പോൾ കൊടുക്കാൻ ഇനിയുമുണ്ട്. അതുപോലെ തന്നെ ഇവര് ആസ്തി പണയപ്പെടുത്തിയിരിക്കുന്നതിന്റെ തരത്തിലുള്ള കടവും അവർക്കുണ്ട്. അങ്ങനെ 1525 കോടി ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയാലേ പിന്നെ സപ്ലൈകോയ്ക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നൊരു സ്ഥിതിവിശേഷം സംജാതമായി. കഴിഞ്ഞ ഓണക്കാലം മുതലേ നമുക്കറിയാം സപ്ലൈകോ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ് എന്ന് സപ്ലൈകോ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഓണത്തിന് മുമ്പ് തന്നെ അവരുടെ വ്യാപാര മേഖലകളൊക്കെ, അതായത് അവരുടെ സ്ഥാപനങ്ങളിൽ ഒന്നും ഉൽപ്പന്നങ്ങളില്ല. പലപ്പോഴും 2-3 ഈ സബ്സിഡി ഉള്ള ഉൽപ്പന്നങ്ങൾ 2-3 മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മീഡിയകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വെറുതെ ചൂണ്ടിക്കാണിക്കുകയല്ല, ആ ദൃശ്യങ്ങൾ തന്നെ പകർത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അതിനുശേഷം ഓണത്തിന് ശേഷം ഇതുവരെ സപ്ലൈകോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അത് ആ പ്രതിസന്ധി രൂക്ഷതയിലെത്തിയപ്പോഴേക്കും രവിരാമൻ കമ്മീഷൻ എന്നൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ രവിരാമൻ കമ്മീഷൻ, ഡോക്ടർ രവിരാമൻ എന്താണ് കമ്മീഷൻ കണ്ടെത്തല്? അതായത് ഇത്ര ഭാരം ഏറിയ, അതായത് ഇത്ര വലിയ സബ്സിഡി കൊടുത്തുകൊണ്ട് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ഓർത്തിട്ടില്ല ഈ സബ്സിഡി ഭാരം ഇത്ര വലിയതൊന്നും അല്ല. ഈ സബ്സിഡി ഭാരം വഹിക്കാൻ വയ്യാത്തത് ധനസ്ഥിതി വളരെ മോശമായി പോയി, അതുകൊണ്ടാണ് എന്ന് സർക്കാരിന്റെ ഒരു സപ്പോർട്ടറായ മിസ്റ്റർ രവിരാമൻ ഓർത്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ 40 കോടിയോ അല്ലെങ്കിൽ 250 കോടിയോ ഒരു വലിയ അതായത് 3,50,00,000 ജനങ്ങളിൽ ഒരു 45% പേർക്കെന്ന് വെച്ചോളൂ. അത്രയും പേർക്കാണ് ഈ സബ്സിഡൈസ്ഡ് സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ടി 250 കോടി ഒരു ഗവൺമെന്റ് ചെലവഴിക്കേണ്ടി വരുന്നു സബ്സിഡി ആയിട്ട് എന്ന് പറയുന്നത്
ഒരു വലിയ കാര്യം, മഹാകാര്യമൊന്നുമല്ല. കാരണം ഇവരുടെ എല്ലാം വോട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സബ്സിഡൈസ്ഡ് ആയിട്ട് ഈ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തി തന്നിരിക്കും, എന്താ ആ പ്രോമിസ്, ആ വാഗ്ദാനം കൊണ്ട് കേട്ടിട്ടാണ് ഇവരൊക്കെ വോട്ട് ചെയ്ത് ഈ സർക്കാരിനെ രണ്ടാമതും ഭരണത്തിലേറ്റിയത്, ആദ്യം ഭരണത്തിലേറ്റിയതും തുടർച്ച കൊടുത്തതും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊരു വൻ ബാധ്യതയാണ് എന്ന് രവിരാമൻ കമ്മീഷൻ കണ്ടെത്തിയത് തന്നെ വളരെ വളരെ എന്താണ്, ചിരി പകരുന്ന ഒന്നാണ്. പോകട്ടെ, സർക്കാർ പിന്നെ അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷൻ തീർച്ചയായിട്ടും സർക്കാരിന് അനുകൂലമായ തീരുമാനങ്ങളല്ലേ എടുക്കൂ. അങ്ങനെയുള്ള ആജ്ഞ കൊടുത്തായിരിക്കും കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് തന്നെ. പക്ഷെ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ എന്താ സബ്സിഡി ഒരു 30%, അതായത് ഗവൺമെന്റ് ഓഫർ ചെയ്തതിന്റെ ഒരു 30% നിലനിർത്തുക എന്ന് പറഞ്ഞു. അത് നോക്കുമ്പോൾ ഗവൺമെന്റിന് അറിയാം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നറിയാം. കാരണം ഒരു വലിയ ജനവിഭാഗമാണ് ഇതിന്റെ പിന്നെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത്. അവരുടെ ജീവിത നിലവാരത്തെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. എന്താണെന്നറിയാമോ? ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ഉണ്ട്. ഇത് ആര് കൊണ്ടുവന്നതാ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ? വേറെ ആരുമല്ല, 21ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ പോളിസി വിങ് ആണ് ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ കൊണ്ടുവരുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കും ലോകത്ത് നിന്ന് പട്ടിണി ഉച്ചാടനം ചെയ്യുക, അതുപോലെ തന്നെ പോഷകാഹാര ദാരിദ്ര്യവും ഉച്ചാടനം ചെയ്യുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇപ്പോഴും അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, പട്ടിണി ഉച്ചാടനം ചെയ്യണമെന്നാണല്ലോ ഈ പറയപ്പെട്ട ലക്ഷ്യം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 വന്നു. 125 രാജ്യങ്ങളിലേ ഇപ്പൊ പട്ടിണി ഉള്ളൂ. അതായത് 295 എണ്ണപ്പെട്ട രാജ്യങ്ങളുണ്ട്, അതിൽ 125 രാജ്യങ്ങളിലെ ഇപ്പോൾ പട്ടിണിയുള്ളൂ. ബാക്കി ഉള്ളവയിൽ നിന്ന് പട്ടിണി ഇതിനകം തന്നെ ഉച്ചാടനം ചെയ്തിരിക്കുന്നു. ഈ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 111. ഓർക്കണം, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ എന്നും കേൾക്കാറില്ല, ഒരുപാട് ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി ഒക്കെ അവിടെ കിടക്കുകയാണ്. പക്ഷെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 111 റാങ്ക് എന്ന് വെച്ചാൽ ഏറ്റവും താഴെ വളരെയധികം പേർ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ. അതുകൊണ്ട് വിശ്വസിച്ച് കളയരുത് ഈ മഹാരഥന്മാരൊക്കെ ഉദ്ഘോഷിക്കുന്നത് ശരിയാണ് എന്ന്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് കള്ളമാണ്, അതിന്റെ മാനദണ്ഡങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു ഹങ്കർ ഇൻഡെക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇവിടുത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളോട്. അങ്ങനെ അവരുണ്ടാക്കിയ ഇതൊക്കെ അതനുസരിച്ചാണ് 20 കോടി പേരെ 20ഓ 25ഓ കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതങ്ങ് മാറ്റി വയ്ക്കുക. നമുക്കിപ്പം നമ്മുടെ ഇഷ്യൂവിലേക്ക് വരാം. അതായത് ഇവിടെ നമ്മുടെ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാതെയാക്കണമെന്ന് മാത്രമല്ല, ഹങ്കർ ഇല്ലാതെയാക്കണം, പട്ടിണി ഇല്ലാതെയാക്കണം. അപ്പൊ ഈ ലക്ഷ്യം മുൻവെച്ചാണ് ഇന്ത്യ മുന്നേറുന്നത്, കേരളം മുന്നേറുന്നത്. കേരളമാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് എന്നും പുരപ്പുറത്ത് കയറി കൈകൊട്ടി ആഘോഷിച്ച് എല്ലാവരോടും പറയുന്നതാണ് കേരളത്തിലെ ഭരണവർഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഈ പറയപ്പെട്ട സപ്ലൈകോ, അതായത് ഇപ്പൊ സപ്ലൈകോ കൊണ്ടുവന്നിരിക്കുന്ന സബ്സിഡിയുടെ നിരക്ക് എന്ന് പറഞ്ഞാല് ഏകദേശം 200% മുതൽ 300% വരെ വിലക്കയറ്റം. ഈ 13 ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പോകുന്ന ദരിദ്രരായ അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലെ 2 തരം കാർഡ് ഉടമകൾ എന്ന് വെച്ചോളൂ, അവർക്ക് കൊടുത്താൽ മതി. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിന് മുകളിലുള്ളവർക്ക് വില ഇത്തിരി കൂടിയാലും അവർക്ക് ആവശ്യമുള്ളത് വാങ്ങാനുള്ള പ്രാപ്തിയുണ്ട്. പക്ഷെ അവസാനത്തെ 2 കാർഡുകാർക്കാണ് ഈ 13 ഉൽപ്പന്നങ്ങൾ കൊടുത്ത് താങ്ങി നിർത്തേണ്ടത്. കാരണം അല്ലാത്ത പക്ഷം അവര് ഒരു പക്ഷെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം റേഷൻ കിട്ടുന്നത് കൊണ്ട്. പക്ഷെ ഈ പറയപ്പെട്ട 13 ഉൽപ്പന്നങ്ങൾ പോഷകാഹാരത്തിന്റെ കലവറയാണ്, അതിലെ പയറുവർഗ്ഗങ്ങളും ഒക്കെ. അപ്പൊ ആ പയറുവർഗ്ഗങ്ങൾ പോലെയുള്ളവ അവർക്ക് ഭക്ഷിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ പോഷക ദാരിദ്ര്യമുള്ളവരാകും. ഓർമ്മിക്കണം, ലോകത്തെ ആകെ പോഷക ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% ഇന്ത്യയിലാണെന്നാണ് ആഗോള പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കേരളം അതിദരിദ്രരില്ലാത്ത നാട് അല്ലെങ്കിൽ ഇല്ലാത്ത നാടാക്കി മാറ്റും എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഓർക്കണം. 23% കുട്ടികളും സ്ത്രീകളും ഇവിടെയും
പോഷകാഹാര ദാരിദ്ര്യമുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യത്ത് എങ്ങനെയിരിക്കും സപ്ലൈകോ വഴിയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് 13 ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 200% മുതൽ 330% വരെ വർധനവ് ഉണ്ടാകാൻ പോകുന്നു ഒറ്റയടിക്ക് എന്ന് പറഞ്ഞ് തീർന്നില്ല. ഇനി അങ്ങോട്ട്, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോണിറ്ററി പോളിസി കമ്മിറ്റി എത്ര ശ്രമിച്ചിട്ടും ഭക്ഷ്യ ഉപഭോക്തൃ വില 5.1% നിർത്താൻ പറ്റിയിട്ടുള്ളൂ. അത് പതുക്കെ പതുക്കെ അങ്ങ് മുകളിലേക്ക് പോകും. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴേക്കും ഈ 330% വരെ ഉയർന്ന വിലകൾ ഇനിയും മുകളിലേക്ക് പോകും. അപ്പോ ഈ പറയപ്പെട്ട പാവപ്പെട്ടവർ, ഈ അവസാനത്തെ 2 തരം കാർഡുകൾ കയ്യിലിരിക്കുന്നവർ കൂടുതൽ പ്രതിസന്ധിയിലാകും. അവരുടെ ആരോഗ്യ സംരക്ഷണം, അതായത് പോഷകാഹാരം ഉണ്ടെങ്കിലേ ആരോഗ്യ സംരക്ഷണം ഒരു പരിധി വരെയെങ്കിലും സാധ്യമാകും. പോഷകാഹാരം ഇല്ലെങ്കിൽ അതുപോലും സാധ്യമാകില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് അവരെ തള്ളിയിടുന്ന തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത്. ആ തീരുമാനം തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം ഈ ഗവൺമെന്റ് നികുതിയായിട്ടും നികുതി ഇതര വരുമാനമായിട്ടും വൻ മുന്നേറ്റം ഉണ്ടാക്കി റവന്യൂ വരുമാനത്തിൽ എന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞത്. പിന്നെ ഓരോ സാഹചര്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും താഴെ തട്ടിലുള്ള 40% പേരെ സംരക്ഷിച്ചു നിർത്തത്തക്ക രീതിയിൽ സപ്ലൈകോ വഴി ഈ ഉൽപ്പന്നങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതുപോലെ കൊടുക്കാൻ കഴിയുകയില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം വീമ്പിളക്കലുകൾ നടത്തി ഭരണത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് കാരണമുണ്ട്. ഭരണത്തിലെത്തിയാലല്ലേ അവർക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ ഇപ്പൊ വീണ്ടും സ്പോൺസർഷിപ്പ് ഒരു ഗ്യാരണ്ടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ സ്പോൺസർഷിപ്പ് ഒക്കെ വഴിയായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഈ സ്പോൺസർഷിപ്പ് വഴിയൊക്കെ കളക്ട് ചെയ്യുന്ന ഫണ്ട് എന്തിനായിട്ടായിരിക്കും ഉപയോഗിക്കുക? മിക്കവാറും അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ അത് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയല്ലോ, അതുപോലെ അത് അങ്ങനെ ആ തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഒക്കെ വഴി പണം കളക്ട് ചെയ്ത് അതൊക്കെ സ്വകാര്യ അറകളിൽ സൂക്ഷിച്ച് അതെടുത്ത് സ്ഥാനാർത്ഥികളെ പ്രലോഭിപ്പിച്ച് അവർക്ക് കൊടുത്ത് വോട്ട് മേടിച്ച് വീണ്ടും 3-ാം ഊഴത്തിൽ എത്തണം എന്നായിരിക്കാം ഒരുപക്ഷെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഓർക്കുക, ഈ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് അതായത് സാമ്പത്തിക ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ ഓർമ്മശക്തി അത്ര മോശമായിരിക്കുമോ? കാരണം അവരാണ് ജീവിതത്തിന്റെ ദുരനുഭവങ്ങളുമായി മല്ലടിച്ച് കടന്നു പോകുന്നവർ. അപ്പോ തരാത്ത ഗവൺമെന്റിനെ അവർക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ട് വോട്ട് പെട്ടിയിൽ വോട്ട് വീഴണമെന്നുണ്ടെങ്കിൽ ഈ കാണിച്ച ക്രൂരത, അതായത് ഓഫർ ചെയ്തിട്ട് വോട്ട് വാങ്ങി ഭരണത്തിൽ വന്നിട്ട് ഭരണ മികവ് കാണിച്ച് വിഭവങ്ങൾ ശേഖരിക്കാനാകാതെ, അയ്യോ ഖജനാവ് കാലിയാണ്, ധനപ്രതിസന്ധിയാണ്, ഞങ്ങൾക്ക് ഇതാ സപ്ലൈകോയെ പിടിച്ചു നിർത്താൻ പറ്റില്ല, നിങ്ങളോട് ഓഫർ ചെയ്ത പ്രോമിസ് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക, സബ്സിഡി ഞങ്ങൾ 35% നിജപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും ഒരു ഗവൺമെന്റ് ശ്രമിക്കരുത്. കാരണം അത്തരം ശ്രമം ഡെമോക്രസിയുടെ അടിവേര് തന്നെയാണ് വെട്ടിക്കളയുക എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും.